ഓരോ കവിതയ്ക്കും അതിൻ്റെ ജീവചരിത്രമുണ്ട്. ആ ജീവചരിത്രങ്ങൾ ചേർത്ത് വെച്ചാൽ കവിയുടെ തന്നെ ആത്മകഥയാവും. പ്രണയം എത്രമേൽ ഹ്രസ്വം, വിസ്മൃതി അതിലും എത്രയോ ദീർഘം എന്ന് ചുള്ളിക്കാട് നെരൂദയെ മലയാളീകരിച്ചതുപോലെയാണ് പ്രണയങ്ങളുടെ കാര്യം. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടുന്ന മണിക്കൂറുകളോ ദിവസവുമോ ആയിരുന്നു എനിക്ക് പ്രണയം. അതൊരു ഗ്രഹണകാലം കൂടിയായാലോ. അങ്ങനെയാണ് ഗ്രഹണം എന്ന കവിത ഉണ്ടായത്. ഗ്രഹണം. എൻ്റെ സ്നേഹം ഇനിയും കണ്ടെത്താനാകാത്ത ഒരു ഗ്രഹം. എൻ്റെ സ്നേഹം ഇനിയും കണ്ടെത്താനാകാത്ത ഒരു ഗ്രഹം. ഏറ്റവും അകലെ നിന്നെ പ്രദക്ഷിണം ചെയ്തേ ഇരിക്കുന്നത്. നിന്റെ തലക്കുറിയിൽ വീണ നിഴൽ, നിന്നെ ബന്ധിച്ച നക്ഷത്രപ്പൂട്ട്. ഭ്രമണപഥത്തിൽ എവിടെയോ വെച്ച് എൻ്റെ തൃഷ്ണ നിന്നെ മൂടുന്നു. പിന്നെ വേദനയോടെ നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു നിത്യാന്തകാലത്തിലേക്ക്. പിന്നെ വേദനയോടെ നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു നിത്യാന്തകാലത്തിലേക്ക്. അതാണ് ഗ്രഹണം. മറ്റൊരു ചെറിയ കവിത കൂടി. ഞാനൊരു സംശയാലുവായ കുട്ടിയായിരുന്നു. കുട്ടിക്കാലത്ത് ജലത്തിനെങ്ങനെയാ പേരുണ്ടായി, കല്ലിനെങ്ങനെയാ പേരുണ്ടായി, മാവിനെങ്ങനെയാ പേരുണ്ടായി എന്നൊക്കെ ഞാൻ സംശയിക്കുമായിരുന്നു. ആ സംശയത്തിന് ഉത്തരം കിട്ടിയത് ഏറെക്കാലത്തിന് ശേഷം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ചിതയിലേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യ നിന്നപ്പോഴാണ്, അത് കണ്ടപ്പോഴാണ്. മാവിന് പേരുണ്ടായത് എങ്ങനെ? മീനച്ചൂടുണ്ടും മധുരം തരും, ഏറേറ്റും തണൽ തരും, കാരണം മാവിൽ മാതാവുണ്ട്. മീനച്ചൂടുണ്ടും മധുരം തരും, ഏറേറ്റും തണൽ തരും, കാരണം മാവിൽ മാതാവുണ്ട്. അച്ഛനു ചിതയായതും പച്ചയോടെ നിന്നെരിഞ്ഞതും അതുകൊണ്ടാണ്. അച്ഛനു ചിതയായതും പച്ചയോടെ നിന്നെരിഞ്ഞതും അതുകൊണ്ടാണ്. ഇതാണ് മാവിന് പേരുണ്ടായത് എങ്ങനെയെന്ന കവിത. കാരണം മാവിൽ മാതാവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാതാവിൽ നിന്ന് താ മുറിച്ചു മാറ്റുമ്പോഴാണ് മാവുണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ മുറിച്ചു മാറ്റുന്ന അക്ഷര താ എന്നാണെന്നും അതിൻ്റെ അർത്ഥം അമ്മയെന്നാണെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ ജീവചരിത്രം തുടരുന്നു.